നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ UCL ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പൊളിച്ചെടുക്കും. കാരണം അത്തരത്തിലുള്ള 8 ടീമുകളാണ് ഇപ്പോൾ ക്വാർട്ടറിന് യോഗ്യത നേടിയിട്ടുള്ളത്. അതിൽ നമ്മളൊന്ന് നോക്കിയാൽ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് 2 ടീമുകളുണ്ട്, മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും. അതുപോലെ ജർമ്മനിയിൽ നിന്ന് 2 ടീമുകളുണ്ട്, ബൊറൂസിയ ഡോട്ട്മുണ്ടും FC ബയേൺ മ്യൂണിക്കും. എന്നാൽ ലാലിഗയിൽ നിന്ന് 3 ടീമുകളുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡും FC ബാഴ്സലോണയും റയൽ മാഡ്രിഡും. കൂടാതെ ലീഗ് 1-ൽ നിന്ന് പാരീസ് സെന്റ് ജർമ്മനുണ്ട്. ചുരുക്കത്തിൽ ടോപ്പ് 5 ലീഗുകളിൽ നിന്ന് ഏറ്റവും അധികം ടീമുകൾ ഈ ഒരു ക്വാർട്ടർ ഫൈനലിന് യോഗ്യത നേടിയത് ലാലിഗയിൽ നിന്നാണ്, 3 ടീമുകൾ. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്നും അതുപോലെ തന്നെ ബൂണ്ടസ് ലീഗയിൽ നിന്നും, അതായത് പ്രീമിയർ ലീഗിൽ നിന്നും ബൂണ്ടസ് ലീഗയിൽ നിന്നും 2 വീതം ടീമുകൾ. ഇറ്റാലിയൻ സീരിയയിൽ നിന്ന് ഒരു ടീം പോലുമില്ല. അതേസമയം ലീഗ് 1-ൽ നിന്ന് ഒരു ടീമുണ്ട്, PSG ഉണ്ട്. എന്തായാലും ആർക്കെതിരെയൊക്കെ കളിക്കും എന്നുള്ളത് കണ്ടറിയണം. ഇതിൽ ആര് തമ്മിൽ ഏറ്റുമുട്ടിയാലും അത് കിടിലൻ പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. നാളെയാണ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് വരുന്നത്. ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിപ്പാണ് ആ ഫിക്സർ നിർണയ നറുക്കെടുപ്പിന് വേണ്ടി. ഏതായാലും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും അധികം തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിന് യോഗ്യത നേടിയിട്ടുള്ള ടീമുകൾ ഏതൊക്കെയാണ്? 1-ാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്കാണ്. 22 തവണ അവർ UCLൻ്റെ ക്വാർട്ടർ ഫൈനലിന് യോഗ്യത നേടിയിട്ടുണ്ട്. ഇത്തവണത്തെ അവരുടെ ഈ ഒരു യോഗ്യത 22ാമത്തേതാണ്. അതേസമയം റയൽ മാഡ്രിഡ് 2-ാം സ്ഥാനത്ത് വരുന്നു. 20 തവണ റയൽ മാഡ്രിഡ് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ 3-ാമത് FC ബാഴ്സലോണയാണ്. 19-ാം തവണയാണ് അവരിപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ യോഗ്യത നേടുന്നത്. എന്തായാലും ക്വാർട്ടർ കടന്ന് ആര് മുന്നോട്ട് പോകും, ഇത്തവണ ആര് കിരീടം ചൂടും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.